എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. LSSന് വേണ്ടി വരുന്ന GK പോർഷനിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ബാലൻസ് ആണ്. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ക്ലാസ്സിലാണ് പറഞ്ഞത് അല്ലേ? നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആളുകൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് അയക്കുക. അവിടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനും ക്ലാസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ക്ലാസിന്റെ വിവരങ്ങൾ അറിയുന്നതിന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി നിരവധി മലയാളവും ഇംഗ്ലീഷ് ലാംഗ്വേജസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, മാത്സ്, വീഡിയോ ക്ലാസുകൾ. ഇനി വരുന്നവർക്ക് വെച്ചില്ല. ആര് പറഞ്ഞു? അതാണ് ഇപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയിരിക്കെ ആ ഗ്രൂപ്പ് ഏറ്റവും സജീവമാകാൻ പോകുന്ന സമയമായിരിക്കും. ഫെബ്രുവരി 26 വരെ നമ്മൾ എല്ലാവരും സജീവമായിട്ടുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഗ്രൂപ്പിൽ അംഗമാവുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആദ്യമേ വരുന്നത് അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബംഗാൾ വിഭജനം നടന്നു, അത് റദ്ദാക്കി, പിന്നെ അവിടെ വരെ നിന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആദ്യം പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സുകളും മിതവാദികളും തീവ്രവാദികളും രണ്ടാകുന്നത്. അത് ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് ആ സംഭവം നമ്മൾ അറിയപ്പെടുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ്. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഡേറ്റ് ആണ്. ഇതിന്റെ വളരെ വിപുലമായിട്ട് നമ്മൾ സംസാരിക്കാത്തത് LSS കൂട്ടുകാർക്ക് വേണ്ടി വരുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. 1907 സൂററ്റ് സ്പ്ലിറ്റ്, സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും മിതവാദികളും തീവ്രവാദികളുമായി രണ്ടായിട്ട് പിരിഞ്ഞു. പിന്നീട് ഇവരെപ്പോഴാണ് ഒന്നിച്ചത്? 1916 ലക്നോ സമ്മേളനം, 1916 ലക്നോ കോൺഗ്രസ്. കുറച്ച് ആൾക്കാരും കൂടി ഒന്നിച്ചു. ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. അതൊന്ന് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാവരും ഒന്നിച്ചത് അവിടെ വെച്ചാണ്. അപ്പം 1916 ലക്നൌ കോൺഗ്രസ് സമ്മേളനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അന്നത്തെ അധ്യക്ഷൻ AC മജുംദാർ. ആ പേര് AC മജുംദാർ പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് ആത്മചരൺ മജുംദാർ. അത് നമുക്ക് LSSകാരോട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 1907 സൂററ്റിൽ കോൺഗ്രസ് രണ്ടായി വിഭജിച്ചെന്നും 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർ ഒന്നിച്ചെന്നും ഓർത്തു വെക്കുക. ആ 1916 തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് രണ്ട് പില്ലേഴ്സായി മാറിയ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒന്നിച്ചു കാണുന്നത്. ദെൻ 1916 തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു വരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് ഇതിനിടയ്ക്ക് 1915 ജനുവരി 9 1915 ജനുവരി 9 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. ഗതിവിഗതികളെ അല്ലെ ഗതിയെ മഹാപുരുഷന്റെ യെസ് ആരുടെ അദ്ദേഹത്തിന്റെ പേര് മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി വരുന്നു എന്നാ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക്. ഏത് വർഷം? 1915 ജനുവരി 9. ജനുവരി 9 ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിനമാണ്. പ്രവാസി ഭാരതീയ ദിവസ് എന്നതിന്റെ ഇംഗ്ലീഷ് പ്രവാസി ഭാരതീയ ഡേ. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. അതിന് കാരണം 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരികെ വന്നു. മഹാത്മാഗാന്ധിയുടെ കേസ് നമ്മൾ നേരത്തെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല എക്സാമിന് മുമ്പ് മഹാത്മാഗാന്ധി എന്ന ഒറ്റ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് മഹാത്മാഗാന്ധിയിൽ തന്നിത്തണിഞ്ഞ് നിൽക്കേണ്ട. അദ്ദേഹം വന്നെന്നുള്ളതും വന്നതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് ജനങ്ങളുടെ കൂടി സപ്പോർട്ടോടുകൂടിയുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറിയെന്നും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ സമരങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് 1919 ഇന്ത്യയിൽ ഒരു കരി നിയമം പാസാക്കി. നിയമത്തിന്റെ അന്തസത്ത ബ്രിട്ടീഷുകാർക്ക് തോന്നിയാൽ ഏതൊരു ഇന്ത്യക്കാരനെയും പിടിച്ച് ജയിലിലിടാം, ഒരു വിചാരണയില്ല. വിതൗട്ട് എനി ട്രയൽ ദേ ക്യാൻ പണിഷ് എനിബഡി. ആ ആക്ടിന്റെ പേര് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. അതിനെതിരെ ഇന്ത്യയിലെമ്പാടും പ്രതിഷേധങ്ങൾ, എല്ലായിടത്തും സമരങ്ങൾ, പ്രകടനങ്ങൾ. അങ്ങനെ ഇരിക്കെയാണ് അന്നൊരു വൈശാഖി ദിനമായിരുന്നു. പഞ്ചാബിലെ അമൃത്സറിൽ ഒരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിന്റെ പേര് ജാലിയൻ വാലാബാഗ്. നിങ്ങൾ കേട്ടിരിക്കും ആ ജാലിയൻ
പോയി കയ്യിന്ന് പോയി. മര്യാദയ്ക്ക് പറഞ്ഞു ബാക്കി പറഞ്ഞു. അപ്പൊ ജാലിയൻ വാലാബാഗ് ആ ഉദ്യാനത്തില് ഒരു പ്രോഗ്രാം നടക്കുന്നു. മഹാത്മാഗാന്ധി അവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ റൗലറ്റ് ആക്ടിനെതിരെ. തൊട്ട് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പഞ്ചാബികളായ 2 സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ ഇവരെ. അതിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ്. ഗാന്ധിയൊക്കെ വന്ന് പ്രസംഗിച്ച് പോയതിന് പിന്നാലെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം വന്ന് ആ ജാലിയൻ വാലാബാഗിന്റെ ആകെയുള്ള ഒരു കവാടം അടഞ്ഞു നിന്നു. അവിടെ നിന്ന് അവരെ വെടിവെക്കുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഔദ്യോഗിക വിധി അനുസരിച്ച് 379 മരണം. ആക്ച്വലി 1000-ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് 1919 ഏപ്രിൽ 13. യെസ്, ഇതാണ് നമുക്ക് LSSനുള്ള ചോദ്യം. 1919 ഏപ്രിൽ 13. പണ്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം മാത്രം പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ വിശദീകരിച്ച് കഥ പോലെ പറയാൻ കാര്യം നമ്മൾ ഇതിനപ്പുറവും ഇപ്പുറവും ഒക്കെയുള്ള മറ്റു കാര്യങ്ങൾ കാണണം. ജാലിയൻ വാലാബാഗ് നടന്നത് പഞ്ചാബിലാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗിലെ അത് വെടിവെക്കാൻ നേതൃത്വം നൽകിയത് ജനറൽ ഡയറാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെ ശരി? 1 മാത്രം ശരി, 1 2 ശരി, 3 ശരി, എല്ലാം തെറ്റ്, അങ്ങനെയൊക്കെ പറയാമല്ലോ. എല്ലാം ശരിയാണല്ലേ? എന്തായാലും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പി ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷന് വെച്ചു ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. ആ കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ ആയിരുന്നു. അടുത്ത ഒരു കേസ് കൂടെ ഓർക്കേണ്ടത്, ജാലിയൻ വാലാബാഗില് ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ജനറൽ ഡയർ പക്ഷെ അധികകാലമൊന്നും ജീവിച്ചിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹം തിരികെ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഇംഗ്ലണ്ടിലെത്തി വിദേശത്ത് വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഉദ്ധം സിംഗ്. ആരാ? ഉദ്ധം സിംഗ്. രണ്ട് വ്യക്തികളാണ്. മൈക്കിൾ ഡയർ ജനറൽ ഡയറാണ്, അത് ഈ പട്ടാള മേധാവി. ഇനി ഇവർക്കെല്ലാം ഉത്തരവ് നൽകിയ ആളാണ് മൈക്കിൾ ഒഡയർ. മൈക്കിൾ ഒഡയറിനെയാണ് കൊല്ലുന്നത്. ഉത്തരവിട്ട ആളെ മൈക്കിൾ ഒഡയറിനെ പിന്നാലെ പോയി കൊല്ലുന്നു. കൊന്നയാളുടെ പേര് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിന്റെ വിചാരണ നടക്കുമ്പോൾ അദ്ദേഹം എന്താണ് പേരെന്ന് ചോദിച്ചു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടി റാം റഹീം സിംഗ് ആസാദ്. റാം റഹീം സിംഗ് ആസാദ് എന്നാ പറയുന്നത്. റാം റഹീം എന്നല്ല, പിന്നെ റാം സുബക് സിംഗ് ആസാദ് അല്ലേ? റാം റഹീം സിംഗ് ആസാദ്. കാരണം റാം എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിനെയാണ്, റഹീം എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിമിനെയാണ്, സിംഗ് എന്നുള്ളത് സിഖുകാരനെയാണ്. ആസാദ് സ്വാതന്ത്ര്യം. ആസാദ് സ്വാതന്ത്ര്യം. റാം റഹീം സിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന അന്നത്തെ ഏറ്റവും പ്രബലമായ ഹിന്ദു മുസ്ലിം ഐക്യത്തെയും ഒപ്പം സിഖിനെയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചു. കൂടെ ആസാദ് എന്നുള്ളത് സ്വാതന്ത്ര്യമാണ്. എന്റെ പേര് ആസാദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നർത്ഥം. കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇനി റാം സുബക് സിംഗ് എന്നൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ, ഇന്ത്യക്ക് ആദ്യത്തെ ക്യാബിനറ്റിന്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിന്റെ പേരാ കേട്ടോ, പിന്നെ പഠിക്കും. അപ്പൊ റാം റഹീം സിംഗ് ആസാദ് ഓക്കെ ആണല്ലോ. ഉദ്ധം സിംഗിന്റെ കാര്യം ഓർത്തു. ഈ ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല കണ്ട് അവിടെ നിന്ന് ആ മണ്ണെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ ഒരു വിപ്ലവകാരിയുണ്ട്, ഭഗത് സിംഗ്. അദ്ദേഹം പിന്നീട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി. ഭഗത് സിംഗ് എല്ലാം ചെന്നതിന് ശേഷം ആ സംഘടനയുടെ പേര് മാറി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പം ഓർക്ക, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പൊ ആ പേരൊക്കെ ഓർത്തു വെക്കുക. ഭഗത് സിംഗ്, HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഓർത്തു വെക്കുക. ശരി, ഇനി അടുത്ത കേസ് നമ്മൾ പറഞ്ഞത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 1919 ഏപ്രിൽ 13. അതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം മഹാത്മാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലൊരു സമരം 1920 ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് അതിനുവേണ്ടി പൊരുതുകയാണ്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. 1922 ഫെബ്രുവരി 5 ഒരു സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ 22 പോലീസുകാരെയാണ്
വയലന്റ് ആയിട്ട് വന്ന പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനെ തീയിട്ട് ഇത് പിണറായി വിജയനാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ ഉത്തർപ്രദേശിലെ സ്പീഡ് പറ. ഉത്തർപ്രദേശിലെ സ്പീഡ് പറ കേക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ 22 പോലീസുകാരെ പ്രതിഷേധക്കാർ തീയിട്ട് കൊന്നു, ക്രൂരമായി കൊലപ്പെടുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഹിംസയുണ്ട്, സത്യാഗ്രഹമുണ്ട്, അല്ലെ? അതൊക്കെയാണ്. നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അതിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് നമുക്ക് ഇവിടെ വെച്ച് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്താം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താം. രാജ്യത്ത് മുഴുവൻ നിരാശ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. ഗാന്ധി പക്ഷേ പറയുന്നത് ഗാന്ധി പറഞ്ഞത് നമുക്കത് സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അഹിംസ പറ്റിയെന്നുള്ളതാണ്. എന്താകട്ടെ, അതോടുകൂടി സമരം അങ്ങ് അവസാനിച്ചു. ആ ഒരു ആവേശമെല്ലാം കുറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും കുറെ നാളത്തേക്ക് സമരത്തിന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ശക്തിയൊന്നുമില്ല. അപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ വരുന്നത് 1928. ഏതാ വരുന്നത്? സൈമൺ കമ്മീഷൻ വരുന്നത് ഇന്ത്യയിലെ ഭരണം എങ്ങനെയുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തുന്ന ഭരണത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരനില്ല, മുഴുവൻ വിദേശികൾ മാത്രം. സൈമൺ ആണ് അതിന്റെ നേതാവ്. സോ സൈമൺ കമ്മീഷൻ വരുന്നു. ഇന്ത്യക്കാർ സമ്മതിക്കുമോ? ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി സമരം കൊടുമ്പിരി കൊള്ളുന്നു, മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ആ മുദ്രാവാക്യങ്ങളുടെ സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം ഇന്ത്യ മുഴുവൻ മുഴങ്ങുന്നു. അതിനെതിരെ മൊത്തം സ്ഥലത്ത് പ്രതിഷേധം. പക്ഷേ പഞ്ചാബിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ ഒരു വലിയ അബദ്ധം പറ്റി. അവിടെ വെച്ച് സാൻഡേഴ്സൺ എന്ന പോലീസുകാരൻ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. സൈമൺ കമ്മീഷനെതിരെ സമരം ചെയ്ത് മരണപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. അതിന് കാരണക്കാരനായ പോലീസുകാരൻ സാൻഡേഴ്സൺ. ആ സാൻഡേഴ്സനെ പിന്നീട് പോയി കൊലപ്പെടുത്തിയത് ഭഗത് സിംഗും ടീമുമാണ്. ഓക്കെ, അപ്പം സൈമൺ കമ്മീഷന്റെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നത്. വീണ്ടും അത് അങ്ങനെ തിളച്ചു മറിഞ്ഞു. ആ സമരങ്ങളുടെ എല്ലാം മൂർത്തിമത് ഭാവമായിട്ട് 1930 വളരെ പ്രധാനപ്പെട്ട ഒരു സമരം ഇന്ത്യയിൽ നടക്കുന്നു. 1930 നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നു, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാ മഹാത്മാഗാന്ധി പോയത്? സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക്. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തിലേക്ക് അവർ വെറുതെ പോവുകയല്ലായിരുന്നു, നടന്നു പോവുകയായിരുന്നു. ഒരു പാട്ടുണ്ടായിരുന്നു അവരുടെ സമരഗാനം. അതൊരു കൊച്ചു കൊച്ചു കഥയിലെ മ്യൂസിക് വരുന്നല്ലേ. ഓക്കെ, അത് എഴുതിയത് ആരാ എഴുതിയത്? തുളസീദാസ് ആണ് എഴുതിയത്. മഹാത്മാഗാന്ധിയുടെ കൂടെ വോളണ്ടിയേഴ്സ് ആയിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. 78 പേർ. 72 എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സമ്മേളനത്തിൽ 78 പീപ്പിൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് കൂടെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവസാനം, കോടിക്കണക്ക് വേണ്ട, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവസാനം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. യാത്ര തുടങ്ങിയത് 1930 മാർച്ച് 12 1930 മാർച്ച് 12. സമരം അവസാനിച്ച് ദണ്ഡി കടപ്പുറത്ത് എന്ന് ഉപ്പ് കുറുക്കിയെടുത്തത് തൊട്ടടുത്ത മാസം ഏപ്രിൽ 6 1930 ഏപ്രിൽ 6 ആരംഭിച്ചത് മാർച്ച് 12, അവസാനിച്ചത് ഏപ്രിൽ 6. യെസ്, അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം എല്ലായിടത്തും വ്യാപിച്ചു. കേരളത്തിലുണ്ടായിരുന്നു, പയ്യന്നൂരുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. അതിന് ഒടുവിൽ ബ്രിട്ടീഷുകാര് ഒരു തൽക്കാലം ഒരു ഉടമ്പടിക്ക് വന്നു. സമരം ഒന്ന് അവസാനിപ്പിക്കണം, ഇതുവരെയുള്ള എല്ലാവരെയും ഞങ്ങൾ വിടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് 1931 ഒരു ഉടമ്പടി ഉണ്ടായി. 31 യെസ്. ആരൊക്കെയായിരുന്നു ആ ഉടമ്പടിയുടെ പേര്? മഹാത്മാഗാന്ധിയും ഇർവിൻ പ്രഭു. അന്നത്തെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ആ ഉടമ്പടിയുടെ പേര് ഗാന്ധി ഇർവിൻ പാക്ട്. ഒരു കാര്യങ്ങളോട് തീരുമാനിച്ചു. ഗാന്ധി ഇർവിൻ പാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരെയും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഭഗത് സിംഗിനെ ഒന്നും വിട്ടില്ല. അത് വലിയ വിഷയങ്ങളായി നമ്മൾ പിന്നെ കണ്ടു. അതുകൂടാതെ വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങാനും തീരുമാനിച്ചു. അപ്പൊ തീരുമാനങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതുവരെയുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. ബൈ. അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം.
ഞങ്ങളുടെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ ഞെക്കുക. പിന്നെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ ഹൈപ്പും ചെയ്യുക. അപ്പൊ ഇനി പറഞ്ഞു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിബേ.